എനിക്കിപ്പോഴും ഓർക്കുന്നു ആ സ്വപ്നത്തിൻ്റെ അതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു എന്താണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഞാൻ അമ്മയെ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടു. അപ്പോൾ അമ്മ ഒരു ബാഗ് കൊണ്ടുവന്ന് അകത്ത് വെച്ചിട്ട് ഞാൻ അമ്മ അപ്പം പോയിട്ട് വരട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാൻ പോയപ്പോൾ എൻ്റെ നില്ലെന്ന് പറഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ്. നിങ്ങളെല്ലാം ഓർക്കണമെന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് പറഞ്ഞത്, നീ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല മക്കളെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് സ്വപ്നങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വപ്നങ്ങൾ കണ്ടത്. ഇനി ഒരു മാസം സ്വപ്നം കാണുന്ന, ഒരു മാസത്തേക്കുള്ള സ്വപ്നം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് മാത്രം സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ സർവീസിലുണ്ടായിരുന്ന സമയത്ത്. അതിനപ്പുറത്തോട്ടൊന്നും സ്വപ്നം കാണാൻ എനിക്ക് കഴിവുണ്ടായിരുന്നില്ല. 10-26 വർഷം മുമ്പ് എനിക്ക് ഈ ടെക്നിക്ക് പറഞ്ഞു തന്നത്, എനിക്ക് ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് ഞാനിത് മനസ്സിലാക്കുന്നത്. അന്ന് ഞാൻ സ്വപ്നം കാണാൻ പഠിച്ചു. ഒരു മാസത്തെ സ്വപ്നം, അടിപൊളി. ഞാൻ ഇന്ന് ആലോചിച്ച്, ഒരു മാസം ഒരു ദിവസം സ്വപ്നം കാണാൻ അറിയാന്നുള്ള ഒരാളുടെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ പറഞ്ഞു, നീ 100 രൂപയും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കും ഒരു മാസം. അപ്പം നിനക്ക് 30 ദിവസം ഉണ്ടാക്കിയ 3000 രൂപ കിട്ടൂലേ? കിട്ടും. ഈ 3000 രൂപ എൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുക മാസാവസാനം. എത്രമാത്രം അവർ സന്തോഷിക്കണമെന്ന് വെറുതെ ഒന്ന് മുഖത്ത് വിഷ്വൽ കാണും. അയ്യോ, 3000 കൊണ്ട് കൊടുക്കണേ, എൻ്റെ അമ്മ താറേ നിൽക്കില്ല സാറേ. അത് ഞാൻ പറഞ്ഞു കൊടുക്കുക, അതെല്ലാം ഇപ്പോഴും കാണും. അത് ചെയ്യുന്നു പറഞ്ഞു 100 രൂപ എക്സ്ട്രാ ഉണ്ടാക്കുക. അവൻ കൊണ്ട് കൊടുത്തിട്ട് അവൻ എന്നെ അവിടെ നിന്ന് സങ്കടം വന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ സന്തോഷം കാണാൻ. ഓക്കെ, ഞാൻ പറഞ്ഞു അടുത്ത മാസം ഒരു 100 രൂപയും കൂടെ കൂടുതൽ ഉണ്ടാക്കാൻ തീരുമാനിക്കും. ആ 100 രൂപ ഉണ്ടാക്കുമ്പോൾ നിനക്ക് വീണ്ടും 3000 രൂപ കിട്ടില്ലേ? തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഒരു ഡിന്നർ കഴിച്ചിട്ട് വാ. എന്നിട്ട് അതിൻ്റെ, ഞാൻ ഇപ്പോൾ ഒരു പയ്യന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന സാധനമാണ്, നീ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് റീൽസൊക്കെ ഉണ്ടാക്കിയിട്ട്, ഞാൻ ഇന്ന് ഡിന്നർ കഴിച്ചത് നമ്മളെ കോവളം റാവിസ് എന്നാണ് ഒക്കെ പറഞ്ഞ് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വിഷ്വലൊക്കെ ഒരു 10-10:30 ആകുമ്പോഴേ അവിടെ ചെല്ലും. അവിടെ മുഴുവൻ കാണും, ഹോട്ടലിനകം മുഴുവൻ കാണും. ഉച്ചയ്ക്ക് റെസ്റ്റോറൻറ്റിൽ കയറും, നല്ലൊരു ബൊഫേ കഴിക്കും, മാക്സിമം സമയം അവിടെ ഇരിക്കും, 3-4 മണി വരെ ഇരിക്കും. റിലാക്സ്ഡ് ആകുമ്പോൾ ലോബിയിലൊക്കെ പോയിരിക്കും, അവിടെ നിന്നൊക്കെ വീഡിയോ ഒക്കെ എടുക്കും, തിരിച്ച് വീട്ടിൽ പോകും. എന്നിട്ട് നിങ്ങൾ ഷെയർ യുവർ ഡ്രീം. എന്നിട്ട് വീട്ടിൽ പോയി എല്ലാവരും നിങ്ങൾ പറ, ഞാൻ ഇന്ന് റാവിസിലെ പോയാണ് ഡിന്നർ. എന്ത് നിങ്ങൾക്ക് പറ്റൂല? എന്തുകൊണ്ട് പറ്റൂല? അങ്ങനെ കാണാം. പിന്നെ ഒരു 100 രൂപയും കൂടെ എക്സ്ട്രാ ഉണ്ടാകും. അതിൽ നീ ചെയ്യാമെന്നൊരു കാര്യമുണ്ട്, ആലോചിക്കും. അങ്ങനെയാണ് അവൻ സ്വപ്നം കാണാൻ തുടങ്ങിയത്. ഞാനും അങ്ങനെയാണ് സ്വപ്നം തുടങ്ങിയത്. എൻ്റെ സാലറിയുടെ കൂടെ 10,000 രൂപ എക്സ്ട്രാ കിട്ടിയാൽ സാബുവിൻ്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം വരും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു. എനിക്കിത് പറഞ്ഞാൽ അന്ന് രാത്രി മുഴുവൻ ഞാൻ ഇരുന്ന് ആലോചിച്ചിട്ട് എനിക്ക് പറ്റണില്ല. ആലോചിച്ചിട്ട് സ്വപ്നങ്ങൾ കിട്ടണില്ല. ഞാൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, മാസം 10,000 എക്സ്ട്രാ കിട്ടിയ എന്ത് ചെയ്യും, കിട്ടണില്ല. എനിക്ക് ചിന്തിക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, സാബുവിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ എനിക്ക് അമ്മയും കൊണ്ടൊരു ഫ്ലൈറ്റ് കയറി ഒരു ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കണമല്ലോ. അമ്മയ്ക്ക് വളരെ കുഞ്ഞായിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മ, 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ട് സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടേ ഇല്ല. ജനിച്ചത് വാടക വീട്ടിൽ, പിന്നെ എല്ലാം വാടക വീട്ടിൽ മാത്രമായിരുന്നു. ഓക്കെ, ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചാണ് ഞാൻ ആദ്യമായിട്ടൊരു സ്വന്തം വീട്ടിലാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഞാൻ എൻ്റെ സ്വപ്നങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് പറയും. വലുതാകുമ്പോൾ നോക്കണം, അമ്മ ജോലി കിട്ടുമ്പോൾ ഞാൻ അമ്മയും കൊണ്ട് പിന്നെ ഫ്ലൈറ്റിൽ പോകും, ഞാൻ കാറ് വാങ്ങിക്കും, വീട് വയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ കണ്ണുനീര്, ഞാൻ ഇങ്ങനെ അമ്മയുടെ മടി കിടന്ന് ഇങ്ങനെ പറയുമ്പോൾ അമ്മ കണ്ണ് നിറഞ്ഞിട്ട് കണ്ണുനീര് എൻ്റെ മുഖത്ത് വീഴുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കൂല, ചുമ്മാ ഡയലോഗ് അടിച്ചുകൊണ്ട് കിടക്കണം. പിന്നെ അവനെ നിരുത്സാഹപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച അമ്മ ഒന്നും മിണ്ടിയില്ല. പക്ഷെ അത് ഓർക്കണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫോറിൻ ട്രിപ്പിന് പോകാനായിട്ട് നമുക്ക് ട്രിപ്പ് പോകണം കേട്ടോ, സിംഗപ്പൂരിൽ പോകണം, അമ്മ പാസ്പോർട്ട് എടുക്കുന്ന പറഞ്ഞപ്പോൾ അമ്മയുടെ ആദ്യത്തെ റിയാക്ഷനാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. വെറുതെ ആൾക്കാരെ കൊണ്ട് അത് ഇതും പറയിക്കാതെ ചുമ്മാ നമുക്ക് പാസ്പോർട്ട് എടുക്കും. ഇനി ഇവരൊക്കെ അറിഞ്ഞാൽ അവരൊക്കെ എന്തിന് പാസ്പോർട്ട് എന്നൊക്കെ ചോദിക്കും. ഞാൻ എന്ത് പറയാം, വെറുതെ എന്തിന് പാസ്പോർട്ട്? അമ്മ എടുക്കണം, പാസ്പോർട്ട് എടുക്കും. എന്നിട്ട് ഞാൻ അതും കൊണ്ട് ഒരു ട്രാവൽ ഏജൻസി പോയിട്ട്, ഞാനും വൈഫും കുട്ടികളും ഉണ്ട്, എൻ്റെ അമ്മയുണ്ട്, വൈഫിൻ്റെ അമ്മയച്ഛനും ഉണ്ട്. ഇത്രയും പേർ കൂടെ ട്രിപ്പ് സിംഗപ്പൂരിലൊക്കെ പോകണമെങ്കിൽ എത്ര രൂപയാവുന്നു? ഞാൻ എല്ലാം സോർട്ട് ഔട്ട് ചെയ്തു. അന്ന് 2-2.5 ലക്ഷം രൂപ ആവുന്നു. പിന്നെ എൻ്റെ ചിന്ത മുഴുവൻ ആ പൈസ ഉണ്ടാക്കണേ. ആ പൈസ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ എന്നിട്ട് എഴുതി വെച്ചു, എൻ്റെ അമ്മയും കൊണ്ട് ഫോറിൻ ട്രിപ്പിൽ പോകണം. എന്നിട്ട് ഞാൻ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ആലോചിക്കണത്, ഞാൻ അമ്മയും കൊണ്ട് ആ ഫ്ലൈറ്റിൽ സ്റ്റെപ്പ് കയറി പോണത്, മോളിൽ പോയിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കും ഞാൻ ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നത്, അമ്മ ഫ്ലൈറ്റ് പോകുമ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ വിഷ്വലിൽ കാണുമായിരുന്നു. എന്നിട്ട് ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. എന്നിട്ട് ആ എക്സ്ട്രാ കിട്ടിയ പൈസ മാറ്റി ഒരു ഇത്രയും രൂപ ആയപ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ പാസ്പോർട്ട് തരണം, വിസ അടിക്കാൻ പോകും. അപ്പോഴമ്മ വിസ അടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്, ഞാൻ അമ്മയ്ക്ക് അപ്പോഴൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വിസയൊക്കെ അടിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് വിസ,
ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല വിസ ആയിരിക്കണം, ചുമ്മാ നീ എന്നെ കളിയാക്കാൻ വേണ്ടി പറയല്ലേ എന്നൊക്കെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതാണ് വിസ. തലേ ദിവസം ഞാൻ അമ്മയോട് പോയപ്പോഴും അമ്മ വിശ്വസിക്കണേ ഇല്ല നമ്മൾ സിംഗപ്പൂർ പോകാൻ പോകണമെന്ന്, വിശ്വസിക്കണേ ഇല്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നാളെയാണ് പോണത്, ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചാ. നീ യഥാർത്ഥത്തിൽ പോകണുണ്ടോ, നീ ബാംഗ്ലൂർ വല്ലതും പോകാൻ പരിപാടിയല്ലേ? ഞാൻ പറഞ്ഞ് അമ്മ എടുത്തു വെച്ച ഡ്രസ്സൊക്കെ 6-7 ദിവസത്തെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം. അപ്പൊ ഞാൻ എടുത്തു വയ്ക്കാം എന്ന് പറയും. പിറ്റേ ദിവസം രാവിലെ വിളിച്ച് ഞാൻ എയർപോർട്ടിൽ പോയപ്പോഴും എന്റെ എയർപോർട്ടിൽ വെച്ച് അമ്മ എന്റെ ചോദിക്കണം, ബാംഗ്ലൂർ പോണ? ഞാൻ പറഞ്ഞു ബാംഗ്ലൂരിൽ അമ്മ, നമ്മള് സിംഗപ്പൂർ ആദ്യം ശ്രീലങ്കയിലാണ് പോണത്, അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെയാണ് സിംഗപ്പൂർ പോണത്. എന്നിട്ട് അമ്മയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എന്നിട്ട് ഫ്ലൈറ്റിൽ ഞാൻ സ്റ്റെപ്പ് കയറിപ്പോയപ്പോൾ ഞാൻ അന്ന് സ്വപ്നം കണ്ടതുപോലെ അമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ കയറി ഏറ്റവും മുകളിലത്തെ ലാൻഡിങ് ചെന്നിട്ട് പറഞ്ഞു, ആ ഫ്ലൈറ്റിൽ മുകളിൽ നോക്കുമ്പോൾ ഇതാണ് വ്യൂ കേട്ടോ, നോക്ക്. അമ്മ ഇങ്ങനെ ചുറ്റും നോക്കിയതും അമ്പരപ്പോടുകൂടി അകത്ത് കയറി പോണതും ഒക്കെ. എന്നിട്ട് ഫ്ലൈറ്റിൽ കൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇരുത്തിയിട്ട് ഞാൻ ബിൽറ്റൊക്കെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഫ്ലൈറ്റ് പൊങ്ങാറുമ്പോൾ എൻ്റെ കയ്യിലിറുക്കി പിടിച്ച് കണ്ണുടച്ച് അമ്മ ഇങ്ങനെ ഇരുന്നതൊക്കെ എനിക്ക് ഞാൻ അന്ന് കണ്ട അതേ സ്വപ്നം. അത് കഴിഞ്ഞ് ലാൻഡ് ചെയ്ത് ശ്രീലങ്കയിൽ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും ശ്രീലങ്കയിൽ എല്ലായിടത്തും നമ്മൾ കറങ്ങാൻ പോയതും അവിടെ നേരെ സിംഗപ്പൂർ പോയതും സിംഗപ്പൂരിൽ 6-7 ദിവസം സ്പെൻഡ് ചെയ്തതും തിരിച്ച് വന്ന് എനിക്കിപ്പോഴും ഓർക്കുന്നു ആ സ്വപ്നത്തിൻ്റെ അതിൻ്റെ ആ ഒരു ഭയങ്കര എന്താണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഞാൻ അമ്മയെ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടു. അപ്പോൾ അമ്മയുടെ ബാഗ് കൊണ്ടുവന്ന് അകത്ത് വെച്ചിട്ട് അമ്മ അപ്പം പോയിട്ട് വരട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാൻ പോയപ്പോൾ എൻ്റെ അമ്മ നില്ലെന്ന് പറഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ്. നിങ്ങളെല്ലാം ഓർക്കണമെന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് പറഞ്ഞത്, നീ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. ഓക്കെ, ഞാൻ ആലോചിക്കുന്നു എത്ര ആ സ്വപ്നം ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്നും ഓർക്കും. ഇന്ന് അമ്മേൻ്റെ കൂടെ ഇല്ലെങ്കിലും എനിക്ക് ഓർക്കാൻ പറ്റും. ഞാൻ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കാണും. ഓർക്കാൻ പറ്റുന്ന ഏറ്റവും ഗോൾഡൻ മൊമെന്റ്സ് ആണ് എൻ്റെ ലൈഫ്. ഓക്കെ, പാരൻസിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളില്ലേ നമുക്ക് പിന്നെ ചെയ്യാനേ പറ്റില്ല, ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പലതും. അത് കഴിഞ്ഞ് അമ്മയും കൊണ്ട് ഞാൻ മലേഷ്യയിൽ പോയി ട്രിപ്പിൾ. അടുത്ത് ഞാൻ ദുബായിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അമ്മ മാനസികമായിട്ട് ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോകുന്നുള്ള ഒരു തോട്ട്. അങ്ങനെ സ്വപ്നങ്ങൾ തുടങ്ങി. ഞാനൊരു വീട് വയ്ക്കണ കാര്യമൊക്കെ അമ്മയടുത്ത് പറയുമ്പോൾ അമ്മ പറയുമായിരുന്നു, ഒരു 4 കഴ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഓല വെച്ചിട്ട് 1 സെന്റ് സ്ഥലം, അതിൽ ഒരു ദിവസം എനിക്ക് താമസിച്ചാൽ മതി, സ്വന്തമായിട്ട് വീട്. അതായിരുന്നു അമ്മയുടെ സ്വപ്നം. അമ്മയുടെ ഈ വീട് വെച്ചപ്പോൾ ഞാൻ അമ്മയെ വീണ്ടും ഹൗസ് വാമിങ് കൊണ്ടുവന്ന് വീടെല്ലാം കാണിച്ചപ്പോൾ അമ്മ വരണ ആൾക്കാരുടെ അടുത്തൊക്കെ അമ്മ എൻ്റെ മോൻ വെച്ചതാണെന്നൊക്കെ പറഞ്ഞു. അമ്മയുടെ അതും എൻ്റെ സ്വപ്നമായിരുന്നു. ഞാൻ അന്ന് കണ്ട സ്വപ്നങ്ങളെല്ലാം എന്താണ് ഇങ്ങനെ ഒരു ബുക്കിൽ, ഇത് അന്ന് എഴുതി വെച്ച ബുക്കാണ്. ഓക്കെ, ഇതെൻ്റെ ജീവിതം മാറ്റിമറിച്ച ബുക്കാണെന്ന് പറയാം. ദിസ് ഈസ് മൈ ഡ്രീം ബുക്ക്. അന്ന് എഴുതിയതാണ്. എല്ലാം പോയി അതിൻ്റെ വെള്ളം. ഞാൻ ആർക്ക് കടം കൊടുക്കാനുണ്ട്, ഓക്കെ, ആർക്ക് കടം കൊടുക്കാനുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, അതിനെക്കുറിച്ചാണ്. അത് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച ലാപ്ടോപ്പുകൾ, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വാച്ച്, അന്ന് ഈ വാച്ചെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാം സോഫ എല്ലാം എഴുതിയിട്ടുണ്ട്. ഫോറിൻ ട്രിപ്പ്, അമ്മയും കൊണ്ട് പോണതിനെ കുറിച്ച് എന്തെല്ലാം സാധനങ്ങൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ അതെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനവും. തിയേറ്റർ, ഞാൻ വീട് ചെയ്യുമ്പോൾ ഞാൻ 1 ലക്ഷം രൂപ ഇൻകം കിട്ടിയാൽ ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യും, അതെൻ്റെ വീട് വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ കിച്ചണൊക്കെ എങ്ങനെ ഇരിക്കും. നിങ്ങൾ ആ കിച്ചൺ നോക്കൂ, ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ലിവിങ് റൂം. ദെൻ ഞാൻ വീട്ടിൽ തിയേറ്റർ ചെയ്യുമെന്ന് അന്ന് എഴുതി വെച്ചാണ്. ഞാൻ എൻ്റെ കാർ പോർച്ച് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു. അവസാനം വീട് വെച്ചപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുമോ ഈ കാർ പോർച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ചെറിയൊരു പൂളെങ്കിലും ഉണ്ടാവണം. അന്ന് LED ലൈറ്റ് സിസ്റ്റം ഇവിടെ ഇറങ്ങിയിട്ടില്ല കേരളത്തിൽ. അന്ന് ഞാൻ LED ലൈറ്റ് സിസ്റ്റം ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഇവിടെ LED തന്നെ അന്ന് ചെയ്തത്. ഞാനാണ് ഒരു പക്ഷേ ആദ്യമായിട്ട് LED ആ സമയത്ത് ചെയ്തത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുത്തിയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലായിടത്തും അവൈലബിൾ ആണ്. എൻ്റെ ഇൻകം 2.5 ലക്ഷം രൂപ ആയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യും, ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ തുടങ്ങി. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഇൻകം 5 ലക്ഷം രൂപ ആകുമ്പോൾ ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യും എഴുതി. ഞാൻ അങ്ങനെ തുടങ്ങി. ഞാൻ വാങ്ങിക്കാൻ വന്ന മെഴ്സിഡീസ് ബെൻസ് കാർ വാങ്ങണം, എൻ്റെ ഡ്രീം ആയിരുന്നത്. അങ്ങനെ തുടങ്ങി എല്ലാ സംഭവവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് മൈ ഡ്രീം ബുക്ക്, ദിസ് ഈസ് മൈ ലൈഫ്. ഓക്കെ, അതിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായിരിക്കും, ഞാൻ അടുത്ത എഴുതിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ള. അടുത്ത് ഞാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഗുജറാത്തിൽ പോകണം. എനിക്ക് വലിയ സ്വപ്നമാണ് ഗുജറാത്ത്, ഹൈദരാബാദ്, ദുബായിൽ സ്കൈ ഡൈവിങ്ങിന് പോകണം. അടുത്ത് ഞാൻ പാസ്പോർട്ടിന് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കണം. ആ പാസ്പോർട്ട് കിട്ടിയ ഉടൻ ഫസ്റ്റ് ട്രിപ്പ് ദുബായിൽ സ്കൈ ഡൈവിങ് പോകണം. അങ്ങനെ തുടങ്ങി അടുത്ത പോകാനുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 50-ന് മേലെ സ്ഥലങ്ങൾ ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തൊക്കെ എഴുതി വെച്ചോ എൻ്റെ 90% നടന്നിട്ടുണ്ട്. അതേസമയം എന്നെക്കാളും ക്വാളിഫൈഡ് ആയിട്ട് എന്നെക്കാളും കഴിവുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടില്ലാത്തതിൻ്റെ ഒരു കാരണം ഞാൻ വരുന്നുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ
ഞാൻ സ്വപ്നം കാണാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് അതിനുള്ള ധൈര്യമില്ല, അത്രയും. ഓക്കെ, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ ധൈര്യമുണ്ടോ? ഇതാരെയും കാണിക്കാൻ വേണ്ടി നിങ്ങളെ പ്രൈവറ്റ്സ്, ഡോണ്ട് ലെറ്റ് എനിബഡി സ്റ്റീൽ യുവർ ഡ്രീംസ്. നിങ്ങളെ സ്വപ്നങ്ങൾ അപഹരിക്കാൻ ആരെ സമ്മതിക്കരുത്. പക്ഷെ ആരുടെ ഈ സ്വപ്നങ്ങളെല്ലാം വിളിച്ച് പറയണമെന്ന് നിർബന്ധമില്ല. പറഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർ നീ മെഴ്സിഡീസ് ബെൻസ്, പിന്നെ കളയാ, നീ ഫോറിൻ ട്രിപ്പ്, പിന്നെ ഞാൻ 14 രാജ്യങ്ങളിൽ പോയി. ഓക്കെ, എല്ലാം പറ്റും. ഓക്കെ, ഇഫ് യുവർ ഡ്രീം ഈസ് ബിഗ് ഇനഫ്, ഫാസ്റ്റ് ഡോൺ കൗണ്ട്. അത് ഏജ് ഒന്നും ഡസൻ മാറ്റർ. KFCയുടെ ഓണറിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 65 വയസ്സ് കഴിഞ്ഞിട്ടാണ് വേൾഡ് റിച്ചസ്റ്റ് ആൾക്കാരിൽ ഒരാളായി മാറി. ഒരു സിംഗിൾ ബെഡ്റൂം ഒരു ഫ്ലാറ്റിൽ റെന്റിൽ താമസിക്കുന്ന ആൾ വേൾഡ് റിച്ചസ്റ്റ് ആൾക്കാരല്ലേ. ഡസൻ മാറ്റർ. നമ്മുടെ സ്വപ്നങ്ങളുണ്ടോ? അത് ഇതുപോലെ എഴുതി വയ്ക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് എപ്പോഴൊക്കെ ഫ്രീ ആയിരിക്കുമോ ആ ഫിനിഷിംഗ് പോയിന്റിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുക. ഒരിക്കലും എങ്ങനെ ഇത് അതൊന്നും ആലോചിക്കില്ല. അത് ആയിക്കഴിഞ്ഞാൽ ആ സ്വപ്നം അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴുള്ള കാര്യങ്ങൾ. ഞാൻ ആ ഓരോ സ്വപ്നം ചെയ്യുമ്പോൾ എൻ്റെ അമ്മയുടെ മുഖഭാവം എങ്ങനെ ആയിരിക്കും, അതിനെക്കുറിച്ച് ഞാൻ കടം വീട്ടാൻ പോകുമ്പോൾ, ഞാൻ ക്യാഷ് കൊണ്ട് കടം വീട്ടുമ്പോൾ അവർക്ക് ഗിഫ്റ്റായിട്ടൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച്, ആ ഡ്രസ്സും കൂടെ കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അത്, അവരെപ്പോൾ റിയാക്ട് ചെയ്യണത്, അവരാകെ. ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 5000 രൂപയ്ക്ക് താഴെ ഉണ്ടായിരുന്നു. അയാൾ മറന്നുപോയി ഞാൻ കൊടുക്കാനുള്ള. ഞാൻ കൊണ്ടു കൊടുക്കാൻ ഒരു ഡ്രസ്സും കൂടെ മേടിച്ചുകൊണ്ട് പോയി. കൊടുത്തിട്ട് ഞാൻ ഡ്രസ്സും കൂടെ ഞാൻ പറഞ്ഞു ഒരു 5000 രൂപ ഞാൻ തരാമെന്ന്. എപ്പോ? അപ്പൊ ഞാൻ പറഞ്ഞു വാങ്ങിച്ചു, ഓർമ്മയില്ലേ പണ്ട്? അയ്യോ ഞാൻ മറന്നുപോയി സാബു എന്ന് പറഞ്ഞ് കൊടുത്തു. അയ്യോ ഞാൻ മറന്നുപോയി, വേണ്ടായിരുന്നു സാബു, ഞാൻ ഓർക്കണം. ഞാൻ പറഞ്ഞില്ലല്ലോ അത് കൊടുക്കും, ഞാൻ ഡ്രസ്സും കൂടെ കൊടുത്തു. നിങ്ങൾ അന്ന് എനിക്ക് ആ 5000 റുപ്പീസ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, അന്ന് ഉപയോഗപ്പെട്ടു. ഇതെൻ്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടിരിക്കുന്നു. അദ്ദേഹത്തെ കണ്ണ് നിറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കും. ഓക്കെ, അങ്ങനെ കാണുന്ന സ്വപ്നം അത്ര ക്ലിയർ. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴെല്ലാം നമ്മളെ സ്വപ്നങ്ങൾ കൂടുതൽ കൂടുതൽ കാണുകയും അതിനെക്കുറിച്ച് അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് എപ്പോഴും ആലോചിക്കണം. എന്ത് സാധനം നിങ്ങളെ കൈ കിട്ടിയാലും ഇതൊന്ന് വാങ്ങിക്കണമല്ലോ എന്ന് ചിന്തിക്കണം. ഞാൻ ഫോൺ എടുക്കാൻ പോയപ്പോൾ, ഐഫോൺ എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയുമോ? അവിടെ ചെന്നിട്ട് ഈ ഐഫോണിൽ ഏറ്റവും കോസ്റ്റ്ലി ഫോൺ ഏതാണ്? അപ്പോൾ അവർ പറഞ്ഞു അത് ഈ 1 TB ഫോണുണ്ട്, ഒരു സിനിമ വരെ നമുക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. 1 TB ആണ് നമ്മൾ. ഞാൻ ചോദിച്ചു എത്ര രൂപയാകുമായിരിക്കും? അത് ഇന്ത്യൻ റുപ്പി ഒരു 1.25 ലക്ഷം രൂപ, 1.60, 1.70, 1.25 ലക്ഷയ്ക്ക് ആട്ടാം. 1.25 ലക്ഷത്തിലേക്ക് ഒരു ഫോണിനോ? അന്ന് എനിക്ക് 10,000 രൂപയ്ക്ക് മേലെ ഒരു ഫോൺ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആളാണ്. എന്നാലും ഞാൻ ആ ഫോൺ എടുത്ത് കയ്യിലൊക്കെ ഇട്ട് നോക്കി, ഇതാണ് ഐഫോൺ, ഇതിനാണ് ഇത്രയും രൂപ, കൊള്ളാമല്ലോ, ഇത് വാങ്ങിക്കണമല്ലോ അങ്ങനെയാണെങ്കിൽ എന്ന് മനസ്സിൽ തോട്ട്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ ചിന്തി, ആ ഫോൺ ഇങ്ങനെ വെക്കണം, ആ ഫോണിൽ ഗോൾഡ് കളർ ആയിരിക്കണം, എൻ്റെ ഫ്രെയിം ഗോൾഡ് കളർ, ഞാൻ ഗോൾഡ് കളർ ഇതാണ് കണ്ടത്, ഗോൾഡ് കളർ ആയിരിക്കണം ചുറ്റും, അതിങ്ങനെ വെക്കണം, അത് കൊള്ളാം, ജാടയായിരിക്കുമല്ലോ, എങ്കിൽ അത് വാങ്ങിക്കണമല്ലോ എന്ന് ഫീൽ എഴുതിയിട്ട്. ഞാൻ ഐഫോൺ വാങ്ങിക്കാൻ തീരുമാനിച്ചപ്പം 50,000 രൂപ മുതൽ ഐഫോൺ. ഞാൻ പറഞ്ഞു എനിക്ക് 1 TB തന്നെ വേണം, ഐഫോൺ 13 Pro Max 1 TB. അങ്ങനെ 1 TB തന്നെ ഞാൻ മേടിച്ചു. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. ഓക്കെ, അപ്പം ഞാൻ പറയണത് ആ സ്വപ്നങ്ങൾ കാണാനുള്ള ധൈര്യം നമുക്കുണ്ടാവും. നമ്മൾ ആർക്കും ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ സ്വപ്നം കാണുന്നത്. എനിക്ക് നല്ലൊരു സ്വപ്നം ഞാൻ എൻ്റെ ജീവിതത്തിൽ അച്ചീവ് ചെയ്ത് ഭയങ്കര സന്തോഷിച്ച ഒരു മൊമെൻ്റാണ്. മോളുടെ ഒരു ബർത്ത്ഡേക്ക് എനിക്കൊരു കേക്ക് വാങ്ങിച്ചു കൊടുക്കാനൊന്നും പൈസ ഇല്ലായിരുന്നു. ഭയങ്കര സങ്കടമായിപ്പോൾ എനിക്ക്. പക്ഷെ ഒരു കേക്ക് പോലും അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു, അടുത്ത ബർത്ത്ഡേ അവൾക്ക് മെമ്മറബിൾ ഒരു ഗിഫ്റ്റ് കൊടുത്തേക്ക് തീരുമാനിച്ച് സ്കൂട്ടർ എടുത്ത് ഞാൻ നേരെ പോയതോടെ അറിയാമോ, സണ്ണി ഡയമണ്ട്സിൽ പോയിട്ട് പറഞ്ഞ് ഒരു ഡയമണ്ട് നെക്ലസ് എത്ര രൂപയാവും? ഞാൻ പറഞ്ഞു എൻ്റെ മോൾക്ക് മേടിക്കാനാണ്, ഇപ്പോഴൊന്നും മേടിക്കാനല്ല, എനിക്ക് എൻ്റെ പ്രൈസിങ് അറിയാം. ഒരു നല്ല ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിങ്ങനെ വച്ച് നോക്കി, അവരെങ്ങനെ കഴുത്തിലിങ്ങനെ വെച്ച് കാണിച്ചു. കഴുത്തിലേക്ക് വെച്ചപ്പോൾ എൻ്റെ മോളുടെ കഴുത്തിൽ കിടക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. യെസ്, അടുത്ത വർഷം ഇത് ഞാൻ അവൾക്ക്, നെക്സ്റ്റ് ഇയറിൽ ആ ഡയമണ്ട് നെക്ലസ് ഞാൻ അവൾക്ക് മേടിച്ചു. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഡ്രീം. അപ്പോൾ സക്സസ്ഫുൾ നിങ്ങൾക്ക് എന്താവണം? 1 ഡേ ഡ്രീമേ ഉള്ളൂവെങ്കിൽ അത് പതുക്കെ 1 മന്ത് ഡ്രീമിലോട്ട് മാറ്റും. 1 മന്ത് ഡ്രീം, 1 ഇയർ ഡ്രീമുണ്ട്. 5 വർഷത്തേക്ക് തീരുമാനിക്കുക, അടുത്ത 5 വർഷത്തിനകം. അത് കണ്ടെത്താൻ എളുപ്പമാർഗം എന്താണെന്ന് അറിയാമോ? ഓക്കെ, കുട്ടികൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്ന് അതായിരിക്കണം. മുതിർന്ന ആൾക്കാർക്ക് അടുത്ത 5 വർഷത്തിനകം, അല്ലെങ്കിൽ എൻ്റെ ഇൻകം, ഇപ്പോഴത്തെ സാലറി അല്ലെങ്കിൽ എന്ത് ഇൻകം ആണോ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇത്ര രൂപയും കൂടെ കിട്ടിയാൽ യഥാർത്ഥത്തിൽ ഞാൻ ഫസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവണ ഏതായിരിക്കും. അങ്ങനെ കാണാൻ തുടങ്ങിയാൽ നമുക്ക് കാണാൻ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് 50,000 രൂപ ഇൻകം ഉണ്ട്.
ഒരു 50,000 രൂപ നമുക്ക് ഇൻകം കിട്ടിയാൽ നമ്മളെ വീട്ടിൽ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ വ്യത്യാസപ്പെടും. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ചിലപ്പോൾ വീടിൻ്റെ ഇത് മാറ്റുമായിരിക്കും, അല്ലെങ്കിൽ വീടിൻ്റെ ഫർണിഷിംഗ് ഒക്കെ വേറെ ആക്കും, അല്ലെങ്കിൽ എനിക്ക് എല്ലാ മാസവും ഫ്രഷ് ആയിട്ടൊരു നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ക്ലോത്ത്, ജസ്റ്റ് ടോപ്പ് എന്ന് മാത്രമല്ല, ടോപ്പ്, ബോട്ടൺ, അതിന് സ്യൂട്ടായിട്ടുള്ള ബെൽറ്റ്, അതിന് സ്യൂട്ടായിട്ടുള്ള ചെരുപ്പ്, അതിന് സ്യൂട്ടായിട്ടുള്ള എല്ലാം കൂടെ ചേർത്ത് എത്ര രൂപ ചിന്തിക്കണം. അതെല്ലാം കൂടെ വാങ്ങിച്ച് ഇങ്ങനെ എൻ്റെ ഒരു റാക്കിൽ എല്ലാ മാസവും ഞാനൊരു പുതിയ ഡ്രസ്സ് വാങ്ങി. നല്ല ഡ്രീമാണ് അല്ലേ? അല്ലെങ്കിൽ വർഷത്തിലൊരു മൂന്ന് ട്രിപ്പ് എനിക്ക് പോകണം. 2 ലോക്കൽ ഇന്ത്യക്കകത്തുള്ള ട്രിപ്പും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പും വേണം. 50,000 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ എത്ര രൂപ മാറ്റി വെച്ചാൽ എനിക്ക് പറ്റും? ഡിസൈഡ് ചെയ്യണം. അങ്ങനെ ഡ്രീം കണ്ട് തുടങ്ങും. അങ്ങനെ ഡ്രീം കണ്ട് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അടുത്തടുത്ത് എന്നിട്ട് ചെറിയ ചെറിയ ഡ്രീമുകൾ ആദ്യം കാണും. ഈ 5,000 രൂപ കിട്ടിയാൽ ഞാൻ എന്ത് ഡിഫറൻസ് ഉണ്ടാകും? 10,000 ആയാലും ഞാൻ എന്തൊക്കെയായിരിക്കും ഡിഫറൻസ്? ഒരു പേപ്പറിൽ റഫായിട്ട് എഴുതിയിടണം. റഫായിട്ട് എഴുതിയിട്ടിട്ട് ഈ ഡ്രീംസിനെ 3 കാറ്റഗറി ആയിട്ട് മാറ്റണം. 1 ഷോർട്ട് ടേം ഡ്രീംസ്, 2 മിഡ് ടേം, 3rd 1 ഈസ് ലോങ് ടേം. ഇങ്ങനെ 3ആയിട്ട് തിരിക്കും. ഓക്കെ, 3ആയിട്ട് തിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് അതിനെ പോയി നേരിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതിനകത്ത് അതൊക്കെ നേരിട്ട് പോയി കാണണം, ടച്ച് ചെയ്ത് ഫീൽ ചെയ്യണം. ഓക്കെ, ഞാൻ മെർസിഡീസ് ബെൻസ് എടുക്കുന്നതിന് മുമ്പ് മെർസിഡീസ് ബെൻസിനകത്ത് കയറി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഈ വണ്ടി ഓടിച്ചു നോക്കി മനസ്സിൽ സെറ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്കിലേ നമുക്ക് ഇതിലോട്ട് എത്താൻ പറ്റൂ. മെർസിഡീസ് ബെൻസ് എടുക്കാൻ ഞാൻ തീരുമാനിക്കുമ്പോൾ ഒരു ടയർ വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ അക്കൗണ്ടിൽ ഇല്ലാത്തപ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത് എടുക്കണം. ഈ വീട് വയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇടാനുള്ള ഒരു ലോഡ് കല്ലിൻ്റെ പൈസ എൻ്റെ ഇല്ലാത്തപ്പോഴാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്. ഇത് എഴുതി വെച്ചത്. ഞാൻ ഈ വീടിൻ്റെ ഓരോ പ്ലാൻ പറഞ്ഞപ്പം എന്നെ അറിയാനുള്ള മുഴുവൻ പേര് എതിർത്ത്, എന്തിനാണ് ഇതൊക്കെ ആവശ്യം? തിയേറ്ററൊക്കെ എന്തിന് വീട്ടിൽ? അതൊക്കെ ആഡംബരമല്ലേ? റൂഫ് ടോപ്പിലൊക്കെ ഈ പൂള് പോലെയൊക്കെ ചെയ്യണമെങ്കിൽ എത്ര കോസ്റ്റ് ആവും? എന്തിനു ഇതിനൊക്കെ പോകണം? ഒരു വീട് എൻ്റെ അമ്മയും പറഞ്ഞു, ഇവർ വീട്ടിൽ കയറി താമസിച്ചാൽ ഞാൻ പോരാ, ചെയ്യണമെങ്കിൽ എനിക്ക് അങ്ങനെയാണ്. ഈ വീട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1 രൂപ പോലും കടമില്ലാതെ ഈ വീട് കംപ്ലീറ്റ് ചെയ്യും. ഒരു ലോണോ കടമോ ഒന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് കടമൊന്നും ഇല്ലാതെ 1 രൂപ പോലും കടമില്ലാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അന്ന് ഞാനും എൻ്റെ വൈഫും കൂടെ പോയി ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ പോയി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ എല്ലാ കടവും ഇല്ലാത്ത നമ്മൾ പോയി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കടം വീട്ടിന് ശേഷം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കാണാൻ ധൈര്യം പറഞ്ഞു, റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, അപ്പോൾ മോളിപ്പോൾ ആർമി പോകണം. ആർമിയിൽ കയറണ ഡ്രസ്സ് ഇട്ട് ക്യാപ്പും വെച്ച് അതിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ പാസിങ് ഔട്ട്, അത് മാത്രമേ ഫ്രീ ആയിരിക്കും ആലോചിക്കാം. അത് മാത്രം, വേറെ എനിക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് ചിന്തിക്കണം. അതുപോലെ നമ്മളെ പ്രൊഫഷൻ, ഏത് പ്രൊഫഷനാണ് ഫിക്സ് ചെയ്യണം. ആ ഫിനിഷിംഗ് പോയിന്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യണമായിട്ട് തോന്നൂല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു നല്ല ഡ്രീംസ് ഒക്കെ എഴുതി വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ആൾക്കാർ നോ പറയണത്, അത് ഇത് നമ്മുടെ ടെൻഷൻ, നമ്മൾ തിരക്കൊന്നും ഫീൽ ചെയ്യില്ല. തനിക്ക് 5 മിനിറ്റ് ഫ്രീ ആയിട്ടിരിക്കാൻ തോന്നൂല. ഒരു 10 മിനിറ്റ് ഫ്രീ ആയിട്ടിരിക്കും, വെറുതെ സമയം പോകണം, ആരെങ്കിലും വിളിക്കും, എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മളെ ഉള്ളിൽ ഇപ്പോഴൊരാളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരാണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ പോരെ, ചെറിയ കാര്യങ്ങളെ ചിന്തി ഇങ്ങനെ പോയാൽ പോരെ, TV കണ്ടുകൊണ്ടിരി, വെറുതെ എന്തിന് റെസ്റ്റഡ് എന്ന് പറയുന്ന ഒരാളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഉള്ളിൽ. എന്തിന് വെറുതെ വീട്ടിൽ മതി, ഇതൊക്കെ മതി, എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ജീവിച്ച് മരിക്കണവരാണെങ്കിൽ ജീവിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരാളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്തതിനെ മാറ്റിയിട്ട് വേറൊരാളെ നമ്മളെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. അയാൾ ആരായിരിക്കണം എന്നറിയുമോ? എന്തെങ്കിലും 5 മിനിറ്റ് ഫ്രീ ആയിരുന്ന എന്തിന് സമയം കളയണം, പോയി എന്തെങ്കിലും ചെയ്യാൻ നോക്ക്, മറ്റേതൊക്കെ അച്ചീവ് ചെയ്യണ്ടേ നമുക്ക് എന്ന് പറഞ്ഞ ഒരാളിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രയോജനം. അയാള് നമ്മളെ വർക്ക് എന്ന് പറഞ്ഞ സാധനം, ഞാൻ രാവിലെ ഇറങ്ങിയ രാത്രി വരെ പണിയെടുത്താലും എനിക്ക് ഭയങ്കര പണിയെടുത്തൊരു തോന്നില്ല. പക്ഷെ എന്നോട് ഒരാളിനെ കൂടെ കൊണ്ടുപോയിട്ട്, ഞാൻ കുറച്ച് തിരക്കാണ്, നിങ്ങൾ എന്നോട് വാ, പോണ വഴിക്ക് സംസാരിക്കും, എല്ലാം പരിപാടിയും കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിഞ്ഞപ്പോൾ ഇത്രയും ബിസിയാണോ നിങ്ങൾ? എനിക്കറിഞ്ഞേ കൂടാ, ഞാൻ ഭയങ്കര ഫണ്ണായിട്ടിരിക്കണ. അവര് പറയണ ഞാൻ ഭയങ്കര തിരക്കും ഭയങ്കര എന്തൊക്കെ പരിപാടിയാണ്, പക്ഷെ എനിക്ക് ഫീൽ ചെയ്യണേ ഇല്ല. അതാണ് ഡ്രീംസിന്റെ പ്രത്യേകത. പക്ഷെ ഡ്രീംസ് ഇല്ലെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്താൽ പോലും എന്തോ വലിയ കാര്യം ചെയ്ത പോലെ ഭയങ്കര ക്ഷീണവും, കിടന്നാൽ മതി. ഡ്രീംസ് ഉള്ള ആൾക്കാരുടെ പ്രത്യേകത അറിയാമോ? അവർക്ക് ഉറക്കം പോലും വരില്ല. അവർ ഉറങ്ങി രാവിലെ എണിക്കും ഒരു വൈകുന്നേരം വരെ ഒരു എന്താണ്
മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആയിരിക്കും. അവരടുത്തിരുന്ന ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്നെങ്കിൽ ഇയാളുടെ കൂടെ ഇന്ന് തോന്നിപ്പോകും. പക്ഷെ ഡ്രീംസ് ഇല്ലാത്ത ആൾക്കടുത്തിരുന്നാലേ എഴിച്ച് ജീവനും കൊണ്ട് ഓടാൻ തോന്നും. നമുക്കൊരു ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞാണ്, മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഭയങ്കര ഡ്രീംസ് വേണം. ഓക്കെ, അതാണ് ഇതിനകത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മാത്രമാണ്. അത് ആരുടെടുത്തും ക്രോസ് ചെക്ക് ചെയ്യേണ്ട സാധനമില്ല. നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട എന്താണെന്ന് ഫിക്സ് ചെയ്യണം, അത് എഴുതി വെക്കണം. ഇതുപോലെ ഡ്രീം ബുക്ക് ഉണ്ടാകും. ആ ഡ്രീം ബുക്ക് ആയിരിക്കണം നിങ്ങളെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഓരോ ഡ്രീം അച്ചീവ് ചെയ്യുമ്പോൾ അടുത്ത പുതിയ ഒരെണ്ണം എഴുതി കയറ്റി കൊടുക്കും. അപ്പം ഡ്രീം ബുക്ക് എപ്പോഴും ലൈവ് ആയിരിക്കണം. സ്റ്റാൻഡ് സ്റ്റില്ലായി പോയാൽ ഇല്ലേ, തീർന്നു. ഇപ്പം ഇവർ രണ്ടുപേരും പ്രൊഫഷണലായി. അപ്പം ഞാൻ അവർക്ക് അടുത്ത ഡ്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ നീ റിട്ടയർ ചെയ്ത് വരുമ്പോൾ നിന്റെ എത്ര സാലറി ആയിരിക്കും, അതിൻ്റെ 3 times ഇൻകം കിട്ടുന്ന വിധത്തിൽ നീ ഒരു കൊമേഴ്സ്യൽ ലാൻഡ് മേടിച്ച് അവിടെ ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിഞ്ഞ് അതിൻ്റെ റെന്റ് എന്ന് പറഞ്ഞാൽ നീ ലാസ്റ്റ് വാങ്ങിക്കുന്ന സാലറിയുടെ 3 times എങ്കിലും നീ കിട്ടുന്ന ലെവലിൽ എത്തിയിട്ടാണ് നീ റിട്ടയർ ചെയ്യാൻ. അങ്ങനെ റിട്ടയർ ചെയ്താലുള്ള പ്രയോജനം, നിന്റെ ലൈഫ് സ്റ്റൈൽ താഴെ പോകില്ല. അതിനുശേഷമുള്ള മൊത്തം ലൈഫ് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചു തീർക്കാം. മോളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഇതായിരിക്കണം നിന്റെ സ്വപ്നം. 10 വർഷം നീ പണിയെടുത്തു കഴിഞ്ഞാൽ 11ാമത്തെ വർഷം മുതൽ പിന്നെ ഒരു ജോലി ഒന്നുമില്ലെങ്കിലും നല്ല സുഖമായിട്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ ബാക്കപ്പ് ഉണ്ടാകും. ഇപ്പം അത് മാത്രമേ ഫോക്കസ് ചെയ്യൂ. ആ ഡ്രീം ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ റിപ്പീറ്റഡായിട്ട് ഓർമ്മപ്പെടുത്തി അവർ വാങ്ങിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെയും അവിടെ വരാൻ പോണ ബിൽഡിങ്ങിൻ്റെ പിക്ചർ വരെ ഞാൻ ഉണ്ടാക്കും. അവരുടെ റൂമിൽ ഒട്ടിച്ചു കൊടുക്കും. യു സീ ദെൻ വർക്ക്. അങ്ങനെ വർക്ക് ചെയ്തുള്ള പ്രയോജനം, ഇത് വലിയ പണിയെടുക്കണമായിട്ടൊന്നും തോന്നുന്നില്ല അവർക്ക്. അവർ കൂളായിട്ട് 10 വർഷം കഴിഞ്ഞ് വരുമ്പോൾ അതെല്ലാം ഉണ്ടാകും. എനിക്കറിയാം, അങ്ങനെയാണ് ജീവിതത്തിൽ എല്ലാ കാര്യവും ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണെന്ന് എനിക്കറിയാം. ഓക്കെ, ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, സ്വപ്നങ്ങളില്ലാത്തവരാണ് മെജോറിറ്റി ആൾക്കാർ. ഏത് കുട്ടികളാണ് നല്ലതായിട്ട് പഠിക്കാത്തത്? ആ കുട്ടിയുടെ ഫിനിഷിംഗ് പോയിന്റ് ആണ് ഫിക്സ് ചെയ്തിട്ടില്ലാത്ത കുട്ടിക്ക് ഒരു പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണും. ഫിനിഷിംഗ് പോയിന്റ് ഫിക്സ് ചെയ്ത കുട്ടികൾക്ക്, റാങ്ക് വാങ്ങിച്ച കുട്ടികളൊക്കെ എടുത്ത് നോക്കൂ, അവരൊക്കെ രാവിലെ അർദ്ധരാത്രി പഠിച്ചൊന്നും പറയില്ല. ഞാൻ ഇങ്ങനെ പഠിക്കുമായിരുന്നു, ഇങ്ങനെ 2 പഠിക്കും എന്നൊക്കെ പറയണ കേട്ടിട്ടുള്ളൂ അല്ലേ. അവർ ഭയങ്കരമായിട്ട് പഠിച്ചു കാണും, പക്ഷെ അവർക്ക് ഫീൽ ചെയ്യില്ല അത്. പക്ഷെ ഡ്രീം ഇല്ലാത്ത കുട്ടികൾക്കില്ലേ, 10 മിനിറ്റ് പഠിച്ചാൽ തന്നെ ഇന്ന് ഭയങ്കരമായിട്ട് ഞാൻ പഠിച്ചു കേട്ടോ, ആകെ ടെൻഷൻ. ഡ്രീമില്ല. ഡ്രീം ഉണ്ടോ, നമുക്ക് പഠിക്കണമെന്ന് അറിയില്ല, ആരും പഠിക്കാൻ പറയണ്ട, അല്ലാതെ തന്നെ പഠിച്ചോളൂ. ഓക്കെ, ഫ്രീ ആയിട്ട് എന്തുകൊണ്ട് ഒരുക്കുള്ള ഭയങ്കര തിരക്കായിട്ട് ഓടുന്ന ആൾക്കാരാണ് നല്ല സ്വപ്നങ്ങളുള്ള ആൾക്കാർ. സ്വപ്നങ്ങളില്ലാത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഒരു കാര്യമില്ല. നാളെ ഒരു ദിവസം പോയി നാളെ ഒരു ടെൻഷനില്ല. എനിക്ക് ഒരു ദിവസം വെറുതെ ഇരുന്ന് പോയാലേ എനിക്ക് ആകെ ടെൻഷനാണ്. അയ്യോ ഇന്നത്തെ ദിവസം വെറുതെ പോയാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് സ്വപ്നങ്ങൾ. ഇനി നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി വെച്ചൂടെ? എന്നിട്ട് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളെക്കുറിച്ചോ അത് കിട്ടാത്തതിനെ കുറിച്ച് ടെൻഷൻ ഇതൊന്നും അല്ലാതെ ആ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണത്, അതിനെക്കുറിച്ച് ഫിനിഷിംഗ് പോയിന്റ് മാത്രമേ ചിന്തിക്കുക, പ്രോസസ് ചിന്തിക്കുകയെ ചെയ്യരുത്. വൈ യു വാണ്ട് ടു ഡു ദിസ്, ആ ക്വസ്റ്റ്യൻ ആൻസർ വേണം. വൈ ഐ വാണ്ട് ടു ഡു ദിസ്, ആ ക്വസ്റ്റ്യൻ ആൻസർ വേണം. ഹൗ വളരെ കുറച്ചേ ഉള്ളൂ. 98% ഓഫ് യുവർ സക്സസ് ഈസ് വൈ യു വാണ്ട് ടു ഡു ദിസ്. വൈ ആണ്. 2% മാത്രമേ ഉള്ളൂ ഹൗ. എനിക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്ര പേരുടെ അടുത്ത് നോ പറഞ്ഞു, എത്ര പേര് ഡിസ്കറേജ് ചെയ്യാൻ നോക്കി. ഐ ഡോണ്ട് നോ. പക്ഷെ എന്നെ ഡിസ്കറേജ് ചെയ്യാൻ ആർക്കും പറ്റിയില്ലല്ലോ. എന്തെല്ലാം ചലഞ്ചസ് എൻ്റെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഡിസ്കറേജ് ചെയ്യാൻ പറ്റും, കാരണം എൻ്റെ ഡ്രീം ഈസ് സോ ബിഗ്, ഇറ്റ് ഈസ് ക്ലിയർ. എൻ്റെ 55 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെ ഇരിക്കും? ക്ലിയറാണ്, ഒരു ഡൗട്ടും. ഞാൻ ഓൾഡ് ഏജ് ആയി ബെഡ് ആയി പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ഞാൻ ജീവിക്കുന്നത്? ക്ലിസ്റ്റർ ക്ലിയർ ആണ്, ഒരു ടെൻഷനും ഇല്ല. ക്ലിയർ ആവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? ദിസ് ഈസ് കോൾഡ് ഡ്രീം. ഡ്രീമിനെ കുറിച്ചുള്ള മനസ്സിലായല്ലോ, ഏകദേശം ക്ലിയർ ആയല്ലോ? എല്ലാവരും ഡ്രീമൊക്കെ എഴുതി വയ്ക്കുമല്ലോ. ആ പാട്ട് ഒന്നുകൂടെ പാടിയല്ലോ. എന്ത് പറയുന്നു? എന്താണ്? റെഡി, 1 2 3 സ്റ്റാർട്ട്. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം.
സ്വപ്നങ്ങൾ ഇത്ര നല്ല അർത്ഥവത്തായ വാക്കുകളാണെങ്കിൽ സ്വപ്നങ്ങൾ ആൾക്കാർക്ക് ഇല്ലായിരുന്നു ഈ ലോകം ഇങ്ങനെ ആവുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു കിടിലം ഡ്രീം ബുക്കൊക്കെ വാങ്ങിച്ച് എഴുതിക്കോളൂ.